Good afternoon. Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Afternoon, ma'am. കേൾക്കാൻ പറ്റുന്നുണ്ടോ? Yes, miss. Yes, miss. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഏത് പോർഷനാണ് ഡിസ്കസ് ചെയ്തിരുന്ന ഓർമ്മയുണ്ടോ? നമ്മളൊരു ചാപ്റ്റർ എടുത്തു കഴിഞ്ഞു. കോമൺ ചൈൽഡ് ഡിസീസ് ആണോ? ഫസ്റ്റ് എയ്ഡ്. ഫസ്റ്റ് എയ്ഡ് കംപ്ലീറ്റ് ആയി. ഫസ്റ്റ് എയ്ഡ് ഫുള്ളും കംപ്ലീറ്റ് എടുത്തല്ലോ? എടുത്തു മാം. എടുത്തു. ഇനി നമ്മൾ എടുക്കാൻ പോകുന്ന ചാപ്റ്റർ ചൈൽഡ് വെൽഫെയർ ആണ്. അല്ലേ ഞാൻ പറഞ്ഞത്? പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ആർട്ടിഫിഷ്യൽ റെസ്പിറേഷനും പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞായിരുന്നേ. എന്താണ്? CPR-ഉം ആർട്ടിഫിഷ്യൽ. ഓക്കെ. ആരോടാ പറഞ്ഞിരിക്കണേ? ഞാൻ അസൈൻ ചെയ്ത് പേര് എഴുതിയിട്ടുണ്ടോ? ആരോടാ പറഞ്ഞിരിക്കണേ? കോമൺ ആയിട്ട് പറയേ പ്രിപ്പയർ ചെയ്തോളാം. ആണോ? അന്ന് പ്രസന്റ് ചെയ്യാൻ താല്പര്യമുള്ളവര് മെസ്സേജ് ഒന്ന് അയക്കാം കേട്ടോ. അനുമോള് പ്രസന്റ് ചെയ്തോട്ടോ. പ്രയർ കഴിഞ്ഞില്ലായിരുന്നോ? ഓക്കെ. ഇന്നാരാ പ്രയർ? ഞാനാണ് മിസ്. സ്റ്റാർട്ട് ചെയ്തോട്ടെ ക്ലാസ്. ഹലോ, സ്റ്റാർട്ട് ചെയ്തോട്ടോ. മിസ് ഞാനാണ്. ഗുഡ് മോർണിംഗ് ഗുഡ് ആഫ്റ്റർനൂൺ എവരിബഡി. വിരിഞ്ഞു നിന്നതാരിലും വിടർന്ന താരകത്തിലും വിളങ്ങിടും പ്രഭാവമേ വിളക്കു വെക്കു ഞങ്ങളിൽ. വിരിഞ്ഞു നിന്നതാരിലും വിടർന്ന താരകത്തിലും വിളങ്ങിടും പ്രഭാവമേ വിളക്കു വെക്കു ഞങ്ങളിൽ. സമസ്ത സുന്ദരോജല പ്രഭാത ഗാന്ധി ചിന്തിടും സുമംഗളായിടാവു ഞങ്ങൾ ഭാരതത്തിൻ വാടിയിൽ. വിരിഞ്ഞു നിന്നതാരിലും വിടർന്ന താരകത്തിലും വിളങ്ങിടും പ്രഭാവമേ വിളക്കു വയ്ക്കു ഞങ്ങളിൽ. ഓക്കെ മിസ്. Signing and thought of the day. Thought of the day. Madam. Ma'am. The aim of education is not only knowledge but also wisdom. The aim of education is not only knowledge but also wisdom. വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം അറിവ് മാത്രമല്ല ജ്ഞാനവുമാണ്. Thank you, ma'am. Signing. Yes, ma'am. Good afternoon, all. One day an ant fell into a pond. He began singing. A dove saw him. She was sitting on a tree. She threw a leaf into the pond. She ant got onto the leaf. He was saved. Thank you, dear friend, he said. The next day a hunter saw the dove sitting on a tree. He wanted to shoot her. He pulled out his arrow. The ant saw that.
he bit on the hunter's tooth. The hunter could not bear the pain. He threw down the arrow. Suddenly, the dove heard the painful voice of hunter and she flew away. After that, she saw the ant. She realized the truth and conveyed her thanks. Moral: a good friend helps you when you are in trouble. Thank you, ma'am. Okay. A friend in need is a friend in need. കേട്ടിട്ടുണ്ടോ? കേട്ടോ? Yes, ma'am. ആണോ? Many happy returns of the day. Thank you, ma'am. കേടാ. Okay. Then നമ്മള് ഫ്രണ്ട് ഇൻ നീഡ് ഇസ് എ ഫ്രണ്ട് ഇൻ നീഡ്. നമുക്ക് ആവശ്യം ഉള്ള സമയത്ത് അല്ലെങ്കിൽ നമുക്ക് ഡിഫിക്കൽട്ടീസ് ഉള്ള സമയത്ത് നമ്മുടെ കൂടെ നിൽക്കുന്ന സുഹൃത്താണ് നമ്മുടെ ആക്ച്വൽ ആയിട്ടുള്ള ഫ്രണ്ട് എന്നുള്ളതാണ്. നമുക്ക് ഈ ഒരു പോർഷൻ നമ്മൾ ഈ ടെസ്റ്റ് കംപ്ലീറ്റ് ആവുന്നതിന് മുമ്പായിട്ട് പഠിക്കും കേട്ടോ. ഫ്രണ്ട് ഇൻ നീഡ് ഇസ് എ ഫ്രണ്ട് ഇൻ നീഡ്. ഫ്രണ്ട്സിനോട് എങ്ങനെ പെരുമാറണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മാനേഴ്സ് റിലേറ്റഡ് ചാപ്റ്റർ വരുന്നുണ്ട്. അപ്പൊ അതിൽ പഠിക്കാനുള്ളതാണ്, ഡിസ്കസ് ചെയ്യാനുള്ളതാണ്. ഓക്കെ. ദെൻ ആരാണ് പറഞ്ഞത്? അനുമോൾ അല്ലേ? CPR ആണോ ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ ആണോ എടുക്കുന്നത്? CPR എടുക്കാം മിസ്സേ. ഓക്കെ. CPR എന്ന് പറയുന്നത് നമുക്ക് ബേസിക് ലൈഫ് സപ്പോർട്ടാണ്. CPR എന്ന് പറയുന്നത് CPR ഫുൾ ഫോം കാർഡിയോ പൾമണറി റെസിസിറ്റേഷൻ എന്നാണ്. ഇപ്പൊ നമ്മുടെ സമൂഹത്തിൽ കൂടുതലും കുഴഞ്ഞു വീണ മരണങ്ങളൊക്കെ നടക്കുന്ന സംഭവമാണ്. ഇങ്ങനെ ഒരു സാഹചര്യം നമ്മുടെ മുമ്പിൽ ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ് ഇന്ന് ഞാൻ പറയുന്നത്. അതാണ് CPR എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മുടെ മുമ്പിൽ ഒരാൾ കുഴഞ്ഞു വീഴുകയാണെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തുന്നത് വരെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബെറ്റർ ആയിട്ടുള്ള മെഡിക്കൽ ടീം എത്തുന്നത് വരെയോ അല്ലെങ്കിൽ ആംബുലൻസ് എത്തുന്നത് വരെയോ നമുക്ക് ലൈഫ് പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് CPR-ലൂടെ ഞാൻ പറയാൻ പോകുന്നത്. CPR-ന് മെയിൻ ആയിട്ട് 5 സ്റ്റെപ്സ് ആണുള്ളത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സീൻ സേഫ്റ്റിയാണ്. ഇപ്പൊ കുഴിഞ്ഞു വീഴുന്ന ആള് റോഡിലോ അല്ലെങ്കിൽ വെള്ളത്തിന്റെ സൈഡിലോ അങ്ങനെ വല്ലതും ആണെങ്കിൽ നമ്മൾ ആദ്യമേ പേഷ്യന്റിന്റെ സേഫ്നെസ് നോക്കണം. പിന്നെ നമ്മളും സേഫ് ആണോ എന്ന് നോക്കുക. ആദ്യമേ പേഷ്യന്റിനെ സേഫ് ആയിട്ടുള്ള സ്ഥാനത്തേക്ക് മാറ്റുക. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ടാപ്പ് ഫോർ റെസ്പോൺസ് ആണ്. ടാപ്പ് ഫോർ റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ ശക്തിയായിട്ട് ഇങ്ങനെ തട്ടി വിളിക്കുക. ചേട്ടാ അല്ലെങ്കിൽ ചേച്ചി എന്ന് ശക്തിയായിട്ട് നെഞ്ചിൽ തട്ടി വിളിക്കുക. എന്നിട്ട് റെസ്പോണ്ട് ചെയ്യുന്നില്ലെങ്കിൽ തേർഡ് സ്റ്റെപ്പിലേക്ക് പോകാം, കോൾ ഫോർ ഹെൽപ്പ്. കോൾ ഫോർ ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ അടുത്തുള്ള ആൾക്കാരെയോ അല്ലെങ്കിൽ ആംബുലൻസിനെയോ നമുക്ക് കോൾ ചെയ്യാവുന്നതാണ്. ശേഷം ഫോർത്ത് സ്റ്റെപ്പ് നമ്മൾ പൾസും റെസ്പിറേഷനും ആള് ശ്വസിക്കുന്നുണ്ടോ, ആള് ഹാർട്ട് പമ്പ് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. നമ്മുടെ അഡൽസിന്റെ പൾസ് ചെക്ക് ചെയ്യുന്നത് നമ്മുടെ ത്രോട്ടിലെ നമ്മുടെ 3 വിരലെടുക്കുക. ത്രോട്ടിന്റെ ഇടത് സൈഡിലേക്കോ അല്ലെങ്കിൽ വലത് സൈഡിലേക്കോ പയ്യെ മാറ്റിയതിന് ശേഷം ഒന്ന് സ്ട്രോങ് ആയിട്ട് ഇങ്ങനെ പുഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പൾസ് കിട്ടും. ഇതെന്ന് പറയുന്നത് മെയിൻ ആയിട്ടുള്ള ആർട്ടറിയുടെ സ്ഥാനമാണ്. നമ്മുടെ അവസാന ശ്വാസം വരെ ബ്ലഡ് പമ്പ് ചെയ്യുന്ന ആർട്ടറിയാണിത്. ബ്രെയിനിലേക്കും ബ്ലഡിലേക്കും ബ്ലഡ് പമ്പ് ചെയ്യുന്ന ആർട്ടറിയാണ് ഈ ത്രോട്ടിന്റെ 2 സൈഡ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഏറ്റവും അവസാന ശ്വാസം വരെ പൾസ് നമുക്ക് ഇവിടെ കിട്ടും. പൾസ് കിട്ടുന്നില്ലെങ്കിൽ അടുത്തതായിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് CPR സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. CPR സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഫസ്റ്റ് ആയിട്ട് പേഷ്യന്റിനെ നിലത്ത് അല്ലെങ്കിൽ ഹാർഡായിട്ടുള്ള ഒരു സർഫസിൽ മലർത്തി കിടത്തുക. അതിനുശേഷം നമ്മുടെ പേഷ്യന്റിന്റെ മൂക്ക് നമ്മുടെ ഷോൾഡറിന് പാരലലായിരിക്കണം. അങ്ങനെ വേണം പേഷ്യന്റിനെ കിടത്താൻ. അതിനുശേഷം നമ്മുടെ വലത് കൈ ഇങ്ങനെ എടുക്കുക, ഇടത് കൈ കൊണ്ട് ഇങ്ങനെ ലോക്ക് ചെയ്യുക. ഇങ്ങനെ ലോക്ക് ചെയ്തതിന് ശേഷം പേഷ്യന്റിന്റെ 2 നിപ്പിളും ചേരുന്ന നടുഭാഗത്ത്, നെഞ്ചിന് നടുഭാഗത്ത് കൈ ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ നല്ല വെയിറ്റില് 30 കംപ്രഷൻസ് കൊടുക്കാം. 30 കംപ്രഷൻസ് പ്ലസ് 2 ബ്രീത്ത് ആണ് പറയുന്നത്. ബ്രീത്ത് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അബോധാവസ്ഥയിലാണ് പേഷ്യന്റ് എങ്കിൽ ശ്വാസനാളം അടഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ശ്വാസനാളം അടഞ്ഞു പോകുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ നമ്മുടെ ബോധം നഷ്ടപ്പെടുമ്പോൾ നമുക്ക് നമ്മുടെ നാവ് പുറകോട്ട് മറിയുമ്പോൾ നമ്മളിപ്പോൾ ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ വഴി 30 കംപ്രഷന് ശേഷം ബ്രീത്ത് വായിലൂടെ കൊടുക്കുമ്പോൾ ശ്വാസനാളം അടഞ്ഞിരിക്കുകയാണെങ്കിൽ ബ്രീത്ത് ശരിയായ രീതിയിൽ എത്തിച്ചേരില്ല, ശ്വാസകോശത്തിലേക്ക് എത്തിച്ചേരില്ല. അപ്പൊ നമ്മൾ ശ്വാസനാളം തുറക്കാനായിട്ട് പേഷ്യന്റിന്റെ നെറ്റിയിൽ പയ്യെ പുറകോട്ട് ചരിച്ചതിന് ശേഷം കഴുത്തുകൊണ്ട് ഇങ്ങനെ കാണിച്ചു കഴിയുമ്പോൾ ശ്വാസനാളം തുറക്കും.
30 കംപ്രഷന് ശേഷം വായിലൂടെ ശക്തിയായി 2 ബ്രീത്ത് കൊടുക്കുക. ഇങ്ങനെ 30+2 ബ്രീത്ത് ആണ് ഒരു സൈക്കിൾ എന്ന് പറയുന്നത്. ഇങ്ങനെ 5 സൈക്കിൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. 1 മിനിറ്റിൽ 100 മുതൽ 120 കംപ്രഷൻസ് ആണ് നമ്മൾ കൊടുക്കേണ്ടത്. ഇങ്ങനെ നമ്മൾ 2 മിനിറ്റ് തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കുക. ശേഷം പൾസും റെസ്പിറേഷനും ചെക്ക് ചെയ്യുക. പൾസ് വന്നിട്ടുണ്ടെങ്കിൽ CPR സ്റ്റോപ്പ് ചെയ്യാം. പൾസ് വന്നിട്ടില്ലെങ്കിൽ വീണ്ടും CPR കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. ഇത്രയാണ് അഡൽട്ടിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇനി ഇൻഫൻസിൽ അല്ലെങ്കിൽ കുട്ടികളിലാണെങ്കിൽ കുറച്ച് സ്റ്റെപ്സ്, ഈ സ്റ്റെപ്സ് തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. പക്ഷെ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. ഫസ്റ്റ് സീൻ സേഫ്റ്റിയാണ്. കുട്ടികൾ വെള്ളത്തിലോ അല്ലെങ്കിൽ റോഡ് സൈഡിലോ ആണെങ്കിൽ നമ്മൾ സേഫ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് മാറ്റുക. ശേഷം ചെക്ക് റെസ്പോൺസ്. കാലിന്റെ കുഞ്ഞു മക്കളാണെങ്കിൽ അവരുടെ കാലിന്റെ ഉൾഭാഗത്ത് നല്ല ശക്തിയായിട്ട് നമ്മളിങ്ങനെ തട്ടിക്കൊടുക്കുക. അന്നേരം അവർ റെസ്പോണ്ട് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. 3rd സ്റ്റെപ്പ് കോൾ ഫോർ ഹെൽപ്പ്. ഒന്നെങ്കിൽ അടുത്തുള്ള ആളുകളെയോ അല്ലെങ്കിൽ ആംബുലൻസിനെയോ നമുക്ക് വിളിക്കാം. 4th സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അവരുടെ ബ്രീത്തും ഹാർട്ട് ബീറ്റും പൾസും ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. അവർ കുഞ്ഞുമക്കളുടെ ഹാർട്ട് ബീറ്റ് ബ്രീത്ത് സ്റ്റെപ്പ് ചെക്ക് ചെയ്യുമ്പോൾ അവരുടെ നമ്മുടെ കൈമുട്ടിനും തോളലിനും നടുക്ക് നമ്മുടെ ഈ മസിൽ വരുന്നില്ല, മസിലിന്റെ ഉൾഭാഗത്ത് 3 വിരൽ കൊണ്ട് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ കുട്ടികളുടെ പൾസ് കിട്ടും. അത് പൾസ് ഉണ്ടോ എന്ന് നോക്കുക. പൾസ് ഇല്ലെങ്കിൽ അടുത്തായിട്ട് നമ്മൾ CPR സ്റ്റാർട്ട് ചെയ്യുക. CPR സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇതൊരു കുട്ടിയാണെന്ന് സങ്കല്പിക്കുക. കുട്ടിയുടെ നെറ്റിയിൽ നമ്മൾ സപ്പോർട്ട് കൊടുക്കണം. അതിനുശേഷം കുട്ടിയുടെ നിപ്പിളിന്റെ 2 നടുക്കായിട്ട് നമ്മുടെ 2 മെത്തേഡിൽ നമ്മൾക്ക് കുട്ടികൾക്ക് CPR കൊടുക്കാം. 2 ഫിംഗർ ടെക്നിക്കും തമ്പ് എൻസർക്ലിംഗ് മെത്തേഡ് എന്ന് പറയും. അതിൽ 2 ഫിംഗർ ടെക്നിക്കാണ് ഇപ്പൊ പറയാൻ പോകുന്നത്. കുട്ടികൾ ആദ്യമേ മലർത്തി കിടത്തുക കുട്ടീനെ. അതിനുശേഷം നെറ്റിയിൽ നമ്മളൊരു സപ്പോർട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ 2 ഫിംഗർ ഈ ചൂണ്ടുവിരലും നടുവിരലും എടുത്തതിന് ശേഷം കുട്ടിയുടെ നെഞ്ച് ഭാഗത്ത് കംപ്രഷൻസ് കൊടുക്കുക. അമർത്തി കംപ്രഷൻസ് കൊടുക്കുക. 30 കംപ്രഷൻസ് 2 ബ്രീത്ത് അങ്ങനെയാണ് കൊടുക്കേണ്ടത് കുട്ടികളിലും. ബ്രീത്ത് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം കുട്ടിയുടെ മൂക്കും വായും നമ്മുടെ വായ്ക്കുള്ളിൽ വരുന്ന രീതിയിലായിരിക്കണം ബ്രീത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. കാരണം അവർക്ക് ശ്വാസം കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യേണ്ടത്. അങ്ങനെ 30 കംപ്രഷൻസ് 2 ബ്രീത്ത് അങ്ങനെ കൊടുക്കുക. 2 മിനിറ്റ് നമ്മൾ കൗണ്ട് ചെയ്തിട്ട് കൊടുക്കുക. 5 സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുക. 30 കംപ്രഷനും 2 ബ്രീത്തും ആണ് ഒരു സൈക്കിള്. അങ്ങനെ 5 സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുക. 2 മിനിറ്റിന് ശേഷം കുട്ടിയുടെ പൾസ് ചെക്ക് ചെയ്യുക, ബ്രീത്ത് ചെക്ക് ചെയ്യുക. ബ്രീത്ത് ചെക്ക് ചെയ്യുമ്പോൾ അവരുടെ വാരിയല് ഉയരുന്നോ താഴുന്നുണ്ടോ എന്ന് നോക്കുക. അങ്ങനെയാണ് അവർ ശ്വസിക്കുന്നുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. കൂടാതെ അവരുടെ പൾസ് ചെക്ക് ചെയ്യുമ്പോൾ 60 കൗണ്ട്, 1 മിനിറ്റിൽ എത്ര കൗണ്ട് ഉണ്ടെന്ന് നോക്കുക. 60 കൗണ്ടിൽ മുകളിലാണെങ്കിൽ CPR സ്റ്റോപ്പ് ചെയ്യുക. 60 കൗണ്ടിൽ താഴെയാണെങ്കിൽ വീണ്ടും നമ്മൾ CPR കൊടുത്തുകൊണ്ടേയിരിക്കുക. പിന്നെ സെക്കൻഡ് മെത്തേഡാണ് തമ്പ് എൻസർക്ലിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മളിപ്പോ കോൾ ഫോർ ഹെൽപ്പിന് വേണ്ടിയിട്ട് ആൾക്കാരെ ആരെങ്കിലും വിളിച്ചു നോക്കുക, കുട്ടികളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും വിളിക്കുക. അപ്പൊ നമ്മൾ അല്ലാണ്ട് വേറൊരാളും കൂടി നമ്മളെ സഹായിക്കാനുണ്ടെങ്കിൽ നമ്മൾ ആ ആളെയും കൂടി നമ്മൾ സഹായത്തിന് വിളിക്കുക. അപ്പൊ നമ്മൾ തമ്പ് എൻസർക്ലിംഗ് മെത്തേഡിൽ കുട്ടീനെ 2 കൈ കൊണ്ട് നമ്മൾ ഹോൾഡ് ചെയ്യണം. ഹോൾഡ് ചെയ്തതിന് ശേഷം നമ്മുടെ 2 തമ്പ് വിരലില്ലേ അത് നടുക്ക് വെച്ചതിന് ശേഷം 30 കംപ്രഷൻസ് കൊടുക്കുക. 1 2 3 30 കംപ്രഷൻസ് കൊടുക്കുക. നമ്മുടെ അടുത്ത് നിൽക്കുന്ന ആളോട് കുട്ടിക്ക് ബ്രത്ത് കൊടുക്കാൻ പറയുക. അങ്ങനെ 30 കംപ്രഷൻസ് 2 ബ്രത്ത് അങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകുക. പൾസ് ചെക്ക് ചെയ്യുക. പൾസ് ഉണ്ടെങ്കിൽ CPR നിർത്തുക. ബെറ്റർ ആയിട്ടുള്ള ഒരു മെഡിക്കൽ ടീം വരുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. കുട്ടീനെ കൈമാറുക. അതുപോലെ തന്നെ അഡൽട്സിലാണെങ്കിൽ ആംബുലൻസ് വരുന്നത് വരെ നമ്മൾ CPR കണ്ടിന്യൂ ചെയ്യുക. പൾസ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പേഷ്യന്റിനെ ഒബ്സർവ് ചെയ്യുക, മോണിറ്റർ ചെയ്യുക. അടുത്ത ആൾക്കാർ വരുമ്പോൾ അവർക്ക് സേഫ് ആയിട്ട് ചേഞ്ച് ചെയ്യുക. പിന്നെ ഈ CPR സ്റ്റോപ്പ് ചെയ്യേണ്ട സാഹചര്യങ്ങൾ എപ്പോഴാന്ന് വെച്ചാൽ പൾസ് പേഷ്യന്റിന് പൾസും ബ്രീത്തും വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് CPR സ്റ്റോപ്പ് ചെയ്യാം. പിന്നെ അല്ലെങ്കിൽ ആംബുലൻസ് അല്ലെങ്കിൽ ബെറ്റർ മെഡിക്കൽ ടീം എത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് CPR സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ ഏജ്ഡ് ഗ്രൂപ്പിലുള്ള ആൾക്കാർക്ക് ആണെങ്കിൽ ഹാഫ് അവേഴ്സ് നമുക്ക് CPR കൊടുത്തുകൊണ്ടിരിക്കാം. അരമണിക്കൂറിന് ശേഷം പൾസ് വരുന്നിട്ടില്ലെങ്കിൽ നമുക്കത് സ്റ്റോപ്പ് ചെയ്യാവുന്നതാണ്. ഇത്രേ ഉള്ളൂ നമ്മൾ CPR കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. താങ്ക് യു. നന്നായിരുന്നു കേട്ടോ, നന്നായിരുന്നു. പെർഫെക്റ്റ് ആയിട്ട് എടുത്തോട്ടോ.
then കുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഹസ്ന. Yes, ma'am. മോൻ ഏതെങ്കിലും CPR ആണോ? Artificial respiration. ഓക്കേടാ, എടുത്തോ. ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ആയിട്ട് നമ്മൾ ബ്രീത്ത് കൊടുക്കുന്നതിനാണ് ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ എന്ന് പറയുന്നത്. ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ ഇൻ ചിൽഡ്രൻ ആണ് ഞാൻ ആദ്യം എടുക്കുന്നത്. ആർട്ടിഫിഷ്യൽ 1 to puberty. നമ്മൾ ആദ്യം ചൈൽഡിന്റെ റെസ്പോൺസ് ആണ് നോക്കേണ്ടത്. നമ്മൾ ടാപ്പ് ചെയ്തിട്ടോ വിളിച്ചിട്ടോ അങ്ങനെ കോൺഷ്യസ്ലി വരുത്താൻ നോക്കുക. പിന്നെ നോക്കിയിട്ട് നോർമൽ ബ്രീത്തിങ് ആണോ അതോ നോർമൽ ബ്രീത്ത് 10 സെക്കൻഡ്സിൽ ചെക്ക് ചെയ്യണം. പിന്നെ പൾസ് ഉണ്ടോ അത് ഇല്ലെങ്കിൽ റെസ്ക്യൂ ബ്രീത്തിങ് തുടങ്ങണം. പിന്നെ എയർവേ ഓപ്പൺ ചെയ്യണം. നമ്മൾ പേഷ്യന്റിന്റെ ഹെഡ് ചൈൽഡിന്റെ ഹെഡ് ടിൽറ്റ് ചെയ്യണം. പിന്നെ ചിന്നപ്പ് ചെയ്യണം. അങ്ങനെ ബ്രീത്ത് ഓപ്പൺ ചെയ്യണം. പിന്നെ റെസ്ക്യൂ ബ്രീത്ത്സ് ചെയ്യണം. നമ്മള് ചൈൽഡിന്റെ നോസ് ഷട്ട് ചെയ്യണം. പിന്നെ നമ്മളെ മൗത്ത് കൊണ്ട് അത് സീൽ ചെയ്യണം. അങ്ങനെ സ്ലോലി ബ്രീത്ത് തുടങ്ങണം. 3 to 5 seconds. 12 to 20 ബ്രീത്ത് പെർ മിനിറ്റ് ആണ്. പിന്നെ നമ്മള് ചെസ്റ്റ് റൈസ് ആവുണ്ടോ നോക്കണം. ഈച്ച് ബ്രീത്ത് 1 second നിൽക്കണം. പിന്നീട് നമ്മൾ റെസ്ക്യൂ ബ്രീത്തിങ് കണ്ടിന്യൂ ചെയ്യണം. റെസ്ക്യൂ ബ്രീത്തിങ് 2 minutes വരെ കണ്ടിന്യൂ ചെയ്യണം. 40 ബ്രീത്ത്സ് ആണ്. പിന്നെ നമ്മൾ പൾസ് ചെക്ക് ചെയ്യണം. പിന്നീട് നമ്മൾ വീണ്ടും തുടങ്ങണം. ഇപ്പോഴും പൾസ് വന്നിട്ടില്ലെങ്കിൽ നമ്മൾ റെസ്ക്യൂ ബ്രീത്ത് തന്നെ തുടങ്ങണം. പൾസ് ഇല്ലാത്ത സമയത്താണ് നമ്മൾ CPR കൊടുക്കേണ്ടത്. CPR എന്ന് പറഞ്ഞാൽ കാർഡിയോ പൾമിനറി റെസ്പിറേഷൻ. നമ്മൾ പിന്നെ കൊടുക്കേണ്ട ചെസ്റ്റ് കംപ്രഷൻ പ്ലസ് ബ്രീത്ത് ആണ് പൾസ് ഇല്ലാത്ത സമയത്ത്. നമ്മൾ ഈ ഇതിന്റെ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഒറ്റക്കാണെങ്കിൽ നമ്മൾ ഹെൽപ്പിന് ആരെങ്കിലും വിളിക്കണം. 2 ബ്രീത്ത് കഴിഞ്ഞ് ഓരോ ഇതിലും നമ്മൾ റെസ്ക്യൂ ബ്രീത്തിങ് കൊടുത്തോണ്ടിരിക്കണം. അല്ലെങ്കിൽ വേറൊരാൾ അവിടെ പ്രസന്റ് ആണെങ്കിൽ അയാളും വിളിക്കണം. നമ്മൾ അധികം ബ്രീത്ത് കൊടുക്കാണ്ടിരിക്കാൻ ശ്രദ്ധിക്കണം. ഇൻഫൻസ്, ചെറിയ കുട്ടികൾ ഇൻഫൻസ് അവരെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നാണ്. നമ്മളെ മൗത്ത് കൊണ്ട് നമ്മളെ ബേബിയുടെ നോസും മൗത്തും കവർ ചെയ്യണം. നമ്മൾ ജെന്റൽ പഫ്സ് ആണ് കൊടുക്കേണ്ടത്. ലോങ് ഫുൾ ബ്രെത്ത്സ് കൊടുക്കാൻ പാടില്ല. നമ്മൾ ഇത് 1 breath 3 to 5 seconds വരെ റിപ്പീറ്റ് ചെയ്യണം. പിന്നെ ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ ഇൻ അഡൽട്സ് ആണ്. നമ്മൾ ആദ്യം നോക്കേണ്ടത് വിക്ടിം സേഫ് ആയ സ്ഥലത്താണോ കിടക്കണമെന്ന്. പിന്നെ നമ്മൾ കോൺഷ്യസ് ആണോ നോക്കണം. ഒരു കോൺഷ്യസ് ഇല്ലെങ്കിൽ നമ്മൾ ഹെൽപ്പിനെ വിളിക്കണം. പിന്നെ പേഷ്യന്റിനെ കിടത്തിയിട്ട് നമ്മൾ ഓപ്പൺ എയർവേ ചെയ്യണം. പേഷ്യന്റിന്റെ ഹെഡിനെ ടിൽറ്റ് ചെയ്തിട്ട് ചിന്ന് ലിഫ്റ്റ് ചെയ്യണം. പിന്നെ നമ്മൾ നോക്കി കേട്ട് നോർമൽ ബ്രീത്തിങ് അപ് ടു 10 seconds ആണോ എന്ന് ചെക്ക് ചെയ്യണം. എന്നിട്ടും ബ്രീത്ത് ചെയ്യണില്ലെങ്കിൽ അല്ലെങ്കിൽ ഗ്യാസ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ റെസ്ക്യൂ ബ്രീത്തിങ്ങും ചെസ്റ്റ് കംപ്രഷനും തുടങ്ങണം. റെസ്ക്യൂ ബ്രീത്ത് എന്ന് പറഞ്ഞാൽ നമ്മളെ നോസ് ഷട്ട് ചെയ്യണം. എന്നിട്ട് നമ്മളെ അവരെ മൗത്ത് വെച്ചിട്ട് സീൽ ചെയ്യണം. നമ്മൾ പതുക്കെ സ്ലോ ബ്രെത്ത്സ് ആണ് ചെയ്യേണ്ടത് 1 second വരെ. പിന്നെ ചെസ്റ്റ് റൈസ് ചെയ്യാൻ നോക്കണം. അത് ചെയ്തില്ലെങ്കിൽ നമ്മൾ വീണ്ടും ബ്രീത്ത് കൊടുക്കണം. കമ്പൈൻ വിത്ത് ചെസ്റ്റ് കംപ്രഷൻസ്. നമ്മള് പേഷ്യന്റിന്റെ ഹാൻഡിന്റെ ഹീല് center of the chest, other hand on the top, push hard and fast, 100 to 20 compressions per minute, about 5 to 6 2 inches deep. അങ്ങനെ ചെയ്യണം. പിന്നെ 30 compressions 2 breaths. അതാണ് നമ്മൾ കൊടുത്തോണ്ടിരിക്കേണ്ടത്. അവർക്ക് ബ്രീത്ത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ഹാൻഡ് CPR കൊടുക്കണം. കണ്ടിന്യൂസ് ചെസ്റ്റ് കംപ്രഷൻസ് 100 to per minute. നമ്മൾ CPR മാസ്ക് അല്ലെങ്കിൽ ഫേസ് ഷീൽഡ് ഒരു സേഫ്റ്റിക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇതൊക്കെ നമ്മൾ നോട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇഫ് നമ്മൾ ട്രെയിൻഡ് ഉള്ളെങ്കിൽ അൺഷുവർ ആണെങ്കിൽ ഹാൻഡ് CPR കൊടുത്താൽ മതി.
അത് കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ അവര് ഇതുവരെ ചെയ്യണമെന്ന് നമ്മള് അയാൾ ബ്രീത്ത് ചെയ്യണത് വരെ അല്ലെങ്കിൽ വല്ല ഹെൽപ്പ് വരുന്നത് വരെ നമ്മൾ ചെയ്യണം. താങ്ക് യു മാം. നന്നായിരുന്നു കേട്ടോ. മാം ഇത് സെമിനാർ ബുക്കിൽ എഴുതണോ? സെമിനാർ ബുക്കാണ് നമുക്ക് ഞാൻ ആക്ടിവിറ്റി ബുക്കിലാണ് എഴുതിയത്. സെമിനാർ ബുക്കിൽ എഴുതണോന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാ. ബുക്കിൽ എഴുതിയാൽ മതി ദെൻ നമ്മള് ആയിക്കോട്ടെ. എല്ലാവർക്കും എങ്ങനെയാണ് CPR കൊടുക്കേണ്ടത്, ഏതൊക്കെ സിറ്റുവേഷനിലാണ് CPR കൊടുക്കേണ്ടി വരാം, അതേപോലെ ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ എങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, കുട്ടികളിൽ എങ്ങനെയാണ് CPR കൊടുക്കേണ്ടത് എന്നൊക്കെ മനസ്സിലായോ? യെസ് മാം, മനസ്സിലായി. ദെൻ നമ്മൾ ഇനി മൂവ് ആവുന്ന ചാപ്റ്ററിന്റെ പേര് യൂണിറ്റ് 8 ആണ് കേട്ടോ. മാം പറഞ്ഞോളാം. ആൽഫബറ്റ് സ്മോൾ ലെറ്ററും നമ്പേഴ്സും കാണിക്കാം. സാൻഡ് പേപ്പറിൽ ചെയ്തിട്ടുണ്ടോ? ആ ആണോ? അങ്ങനെയാണെങ്കിൽ എല്ലാവരും പേര് അയക്കാം. അത് ചെയ്തവരൊക്കെ പേര് അയക്കാം. ഓണം വെക്കേഷൻ കഴിഞ്ഞ് വരുമ്പോ ചെയ്യണം എന്നല്ലേ പറയുന്നത്? അതെ മാം. ഓക്കെ, എല്ലാവരും പേര് അയക്കാം കേട്ടോ. അപ്പോ ഒരാൾ കാണിക്കുമ്പോൾ തന്നെ എല്ലാവരും അത് അറേഞ്ച് ചെയ്ത് വെക്കുക. ടേബിളിലാണെങ്കിൽ ടേബിളിലോ എവിടെയാണെന്ന് വെച്ചുള്ളത് ഫുൾ ആയിട്ട് അറേഞ്ച് ചെയ്ത് വെക്കണമെങ്കിൽ ഒറ്റയടിക്ക് കാണിക്കാൻ പറ്റും. പേര് ഫസ്റ്റ് വന്നത് അനുസുമോൾ ആണോ? പ്രൊനൗൺസിയേഷൻ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞാൽ മതി കേട്ടോ. സ്മോൾ ലെറ്റർ മാത്രമേ അറേഞ്ച് ചെയ്താൽ മതി. സ്മോൾ ലെറ്റർ 1 2 3 മാത്രമേ അറേഞ്ച് ചെയ്താൽ മതി. ക്യാപിറ്റൽ ലെറ്റർ എന്ന് കാണിച്ചതായിരുന്നു. ഓക്കെ, ബാക്കിയുള്ളത് അറേഞ്ച് ചെയ്താൽ മതി. ഓക്കെ ചെയ്തോട്ടോ. അനുസുമോൾ ക്യാമറ എടുക്കോടാ. ടോപ്പിലായിട്ട് 2 ആരോ മാർക്ക്. അറേഞ്ച് ചെയ്തിട്ടില്ല. അറേഞ്ച് ചെയ്തിട്ട് കാണിച്ചാൽ മതിയാ? മോനിപ്പോ ഫസ്റ്റ് കുഴപ്പമില്ല, അത് കാണിച്ചു കേട്ടോ. ബാക്കിയുള്ളവരെ അറേഞ്ച് ചെയ്തോട്ടെ. ഫസ്റ്റ് ഏതാ കാണിക്കണ്ടേ? ആൽഫബറ്റ്സ് സ്മോൾ ലെറ്റർ. ആണോ ജയശ്രീ? കുഴപ്പമില്ലാടാ. നെക്സ്റ്റ് ക്ലാസ്സിൽ ശരിയാവുമ്പോ പ്രസന്റ് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ. അൻസോ ക്യാമറ റൊട്ടേറ്റ് ചെയ്ത് കാണിച്ചോടാ. മാം അതെ, അറേഞ്ച് ചെയ്തിട്ടില്ല. ഒന്ന് അറേഞ്ച് ചെയ്യട്ടെ. ഇപ്പഴ പറഞ്ഞു. അനുദിയ എന്താടാ? മിസ് കാണിച്ചോട്ടെ, അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കാണിച്ചോട്ടെ. വേറെ ആരെങ്കിലും കാണിച്ചോട്ടെ. വേറെ ആരെങ്കിലും ഒന്ന് കാണിക്കോ? കാണിച്ചോ. പ്രസന്റ് ചെയ്തോളാം അനുദിയ. ഋതിയ ഓക്കെ ഓക്കെ, കാണാം കേട്ടോ. നന്നായിട്ടുണ്ട് കേട്ടോ. ഈ ബ്ലൂ നമ്മള് സ്മോൾ ലെറ്റേഴ്സ് സാൻഡ് പേപ്പർ തന്നെയാണോ? അല്ലല്ല, ഇത് ഫോം ഷീറ്റാ, നമ്മുടെ ഗിൽറ്റിന്റെ. ഓക്കെ ഓക്കെ ഓക്കെ. ഗിൽറ്റഡ് പേപ്പർ ആണ്. അതോ ബ്ലാക്കോ? എല്ലാം ഗിൽറ്റിന്റെയാണ്, നമ്മൾ കട്ട് ചെയ്തെടുത്തതാണ്. ഓക്കേടാ, ഓക്കെ.
നന്നായിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് ആയിട്ട് പറഞ്ഞത് മിസ്സേ എന്താണ്? ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട് മിസ്സേ. ഓക്കെ, പ്രസന്റ് ചെയ്തോണ്ട് കേട്ടോ. കാണിച്ചോട്ടെ? ആ ഓക്കെ, ഇത് നീക്കിട്ട് പേപ്പറാണോ? ഗിൽട്ടർ പേപ്പർ ആണ് മിസ്സേ. ഓക്കെ, നെക്സ്റ്റ് അനുമോൾ ട്ടോ. ആ ഓർഡറിൽ വിളിക്കാടാ അനുമോള്. കാണാമോ മിസ്സേ? സാൻഡ് പേപ്പർ ആണല്ലേ? കാണാം. സാൻഡ് ആ പേപ്പർ സാൻഡ് അല്ലേ? പേപ്പർ, സാൻഡ് പേപ്പർ ആണ്. നമ്പേഴ്സ് നന്നായിട്ടുണ്ട്. ഫസാന ട്ടോ. ഹസീന ഒരു മിനിറ്റ് മേ അറേഞ്ച് ചെയ്യണേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ആരായിരുന്നു? സാരി ഷാരിമോൾ. ഓക്കെ, yes, ഇത് സാൻഡ് പേപ്പർ ആണല്ലേ? ഇത് സാൻഡ് പേപ്പർ ആണ് മിസ്. താഴത്തത് ഇത് ഗ്ലിറ്ററിംഗ് പേപ്പർ ആണ്. ഓക്കെ, നമ്പേഴ്സോ? നമ്പേഴ്സിന്റെ ഗ്ലിറ്ററിംഗ് പേപ്പർ. ഓക്കെ മിസ്, താങ്ക് യു. അർച്ചന കാണിക്കാം മിസ്. ഒന്നില്ല, ക്യാമറ ഓൺ ചെയ്തിട്ട് റൊട്ടേഷൻ കൊടുക്കാം കേട്ടോ. ഫ്രണ്ട് ക്യാമറ ഇങ്ങനെ വെച്ചാൽ കാണാൻ പറ്റൂ. ഓക്കെ, റെഡ് സ്മോൾ ഡ്രസ്, അത് ഗിൽട്ടർ പേപ്പർ ആണല്ലേ? അതെ മിസ്. നമ്പേഴ്സ്. ഓക്കെ, നെക്സ്റ്റ് നികിത ട്ടോ. യെസ് മാം. ഓക്കെ, സാൻഡ് പേപ്പർ ആണല്ലേ? ആ മിസ്, സാൻഡ് പേപ്പർ ചെയ്തത് സമ്മതിക്കണം അല്ലെ? കട്ട് ചെയ്യാൻ നല്ല പാടായിരിക്കുമല്ലോ. മിസ് ഇത് ഗ്ലിറ്റർ പേപ്പറാ? ആണോ? നല്ല പാടാണ്. ആ പേപ്പർ നല്ല പാടാണ് കട്ട് ചെയ്യാൻ. അത് വളരെ സ്ട്രെച്ചബിൾ ആണ്. നമുക്ക് കട്ട് ചെയ്യുമ്പോഴത്തേക്ക് ചിലപ്പോ അങ്ങോട്ട് നീളും, അങ്ങനെയൊക്കെയാണ്. ആണല്ലേ? കവിത ട്ടോ. ഓക്കെ മിസ്. ഇത് നമ്മൾ സൂക്ഷിച്ചു വെക്കേണ്ട. നിങ്ങൾ ചെയ്ത ആക്ടിവിറ്റീസും മെറ്റീരിയൽസും കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് കെയർ ചെയ്ത് സൂക്ഷിച്ചു വെക്കുക. കാരണം നമ്മൾ ഇനി ടീച്ചിങ് പ്രാക്ടീസിനൊക്കെ പോകുമ്പോൾ ഈ മെറ്റീരിയൽസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ട്രെയിനിങ്ങിന് പോകുമ്പോൾ കൊണ്ടുപോകാൻ പറ്റും. അത് കുട്ടികളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനും പറ്റും. ഓക്കെ, നമ്മളത് സൂക്ഷിച്ചു വെക്കാം കേട്ടോ. ബോക്സിലാക്കി കറക്റ്റ് ആക്കി വെക്കാം. കവിത ട്ടോ. കാണുന്നുണ്ടോ മാം? ആടാ, കാണാട്ടോ. ഞാൻ അന്ന് ക്യാപിറ്റൽ ലെറ്റർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ രണ്ടും കൂടെ ഒരുമിച്ച് കാണിക്കണം. രണ്ടല്ല, 3 എണ്ണം. ലെറ്ററില് എ ഇ ഐ ഒരു കളർ കൊടുത്ത് നല്ല കൺസെപ്റ്റ് ആണ്. അത് വേറെ ചെയ്തു. നന്നായിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്പേഴ്സ്. ഓക്കെ, താങ്ക് യു മിസ്. താങ്ക് യു മിസ്. മേഘ. മേഘ എന്റെ പൊന്നെ. മേഘ മാം ഞാൻ കാണിക്കട്ടെ? കാണുന്നില്ലേ മിസ്? മേഘയുടെ 1 മിനിറ്റ് ഇട്ടാ. ഓക്കെ, ഫസ്റ്റ് 1 മിനിറ്റ് മേഘയുടെ ഒന്ന് പ്രസ് ചെയ്ത് നന്നായിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇപ്പോഴാണ് ബാക്ക് ക്യാമറ ഓൺ ആക്കാൻ പഠിച്ചത്. കുഴപ്പമില്ല, നമുക്കിനി ആക്ടിവിറ്റീസ് വരുമ്പോ അത് പ്രാക്ടീസ് ആയിക്കോളും. ഓക്കെ, ഫസീന. യെസ്. നന്നായിട്ടുണ്ട് കേട്ടോ. മിസ് വേറെ ഫോണിൽ നിന്ന് കേറി. മറ്റേ ഫോണിന് എന്തോ ഓഡിയോ ഓപ്പൺ ആവുന്നില്ല മിസ്.
ഇത് ക്യാപിറ്റൽ ലെറ്റർ, ഇത് സ്മോൾ ലെറ്റർ, ഓക്കെ ഇത് നമ്പേഴ്സ് ആണ് മിസ്. ഇതിന്റെ ഒരു ചെറിയ പണിയും കൂടി ഉണ്ട് ബാക്കി. അത് മോൾക്ക് പെട്ടെന്ന് പനിയായിരുന്നു, കുറെ ദിവസം ഇത്തിരി ബുദ്ധിമുട്ടായി വെക്കേഷൻ ടൈമിലേ, ഓണം സമയത്ത്. അതുകൊണ്ട് അതിന്റെ മാത്രം ഫുൾ വർക്ക് കഴിഞ്ഞിട്ടില്ല. നമ്പേഴ്സ്, ക്യാപിറ്റൽ ലെറ്റർ, സ്മോൾ ലെറ്റർ, നമ്പേഴ്സ് മിസ്. ബാക്ക് ക്യാമറ ഓൺ ആക്കണം എങ്ങനെയാ? മോനെ മുകളിലായിട്ടില്ലേ, ടോപ്പിലായിട്ട് 2 ആരോ മാർക്ക് കാണാൻ പറ്റും. മൈക്ക് കാണുന്നുണ്ടോ? മൈക്ക് കാണാൻ തൊട്ടിപ്പുറത്തായിട്ട്. ഇല്ല മാം, എനിക്ക് ഒന്നും കാണാൻ പറ്റില്ല. നമ്മുടെ വീഡിയോ ഓൺ ആക്കിയാലേ അത് മിസ്സേ കാണാൻ പറ്റും. വീഡിയോ ഓൺ ആക്കണം. വീഡിയോ ഓൺ ചെയ്യാം. ടോപ്പിലായിട്ട് ബാക്ക് ക്യാമറ ഉണ്ട്. 2 ആരോ ഞാൻ മാർക്ക്. കാണിക്കട്ടെ. ആ താജിനിസ. താജിനിസ 1 മിനിറ്റ്. താജിനിസയുടെ കഴിഞ്ഞിട്ട് കേട്ടോ ഐശ്വര്യ. ഓക്കെ എയും കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. വേറെ കളറിൽ ചെയ്തു. ഇത് നമ്പേഴ്സ്. ഓക്കെ നന്നായിട്ടുണ്ട് കേട്ടോ. മോള് കാണിച്ചോട്ടെ? അതെ അനുസരിച്ച് ഫസ്റ്റ് മുതല് പേര് അയച്ചിട്ടാണ്. ഓക്കെ നന്നായിട്ടുണ്ട് കേട്ടാ. പക്ഷെ ഭയങ്കര ലൈറ്റ് ആയി പോയി തോന്നുന്നു അക്ഷരങ്ങള്. ക്ഷീണിച്ചോയോ? ലൈറ്റോ? അല്ല ആ ലൈറ്റിലൂടെ സ്ലിം ആയി പോയി. കുഴപ്പമില്ല. നമ്മളെ ഫിംഗർ ആണ് കുട്ടികളത് മൂവ് ചെയ്യുന്നത്. ഈ അക്ഷരത്തിലൂടെ ഫിംഗർ മൂവ് ചെയ്യണം. അപ്പൊ അത്യാവശ്യം ഒരു ലെങ്ത് കൊടുക്കണം കേട്ടാ. ഫിംഗർ മൂവ് ചെയ്യാനുള്ള ലെങ്ത് വേണം കേട്ടാ. ഐശ്വര്യ പ്രസന്റ് ചെയ്തോണ്ടാണ്. ഓക്കെ മിസ്. നന്നായിട്ടുണ്ട് കേട്ടാ. താങ്ക് യു മിസ്. താങ്ക് യു. നീതിയാ ചെയ്തോടാ. ഓക്കെ സാൻഡ് പേപ്പർ അല്ല ഗ്ലിറ്റർ ഫോം ഷീറ്റ്. ഗ്ലിറ്റർ പേപ്പർ ആണത്. ടച്ച് ചെയ്ത ഡിഫറൻസ് മനസ്സിലാവോ? എന്തോ? എനിക്ക് കണ്ടിട്ട് മനസ്സിലായില്ല. ഗ്ലിറ്റർ പേപ്പർ ആണ്. അതിൽ നിന്ന് കണ്ടപ്പോ പോലെ തോന്നി, ഇതുപോലെ തോന്നി. അമൃത. ഓക്കെ മാം. സ്മോൾ ലെറ്റർ. ഓക്കെ ക്യാപിറ്റൽ. ഇതൊരു ട്രെയിൻ പോലെ ആക്കിയതാണ്. നന്നായിട്ടുണ്ട്. ട്രെയിൻ നന്നായിട്ടുണ്ട് കേട്ടാ. ഓക്കെ മാം. അൻസി. യെസ് മാം. നന്നായിട്ടുണ്ട് കേട്ടാ. താങ്ക് യു മാം. ബിൻസി. 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 ഓക്കെ കാണാൻ പറ്റുന്നുണ്ടോ? ഇപ്പൊ കാണാം ബിൻസി. ക്യാപ് ലെറ്റർ, സ്മാൾ ലെറ്റർ, 1 2 3. ഓക്കെ നന്നായിട്ടുണ്ട്. താങ്ക് യു. വവൽ സൗണ്ട് മഞ്ഞ കളറിലോ? ഓക്കെ മേ ബി ഓക്കേടാ. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണിച്ചാൽ മതി. രജീഷ. രജീഷ. യെസ് മാം. ഓക്കേടാ നന്നായിട്ടുണ്ട്. ഓക്കെ നന്നായിട്ടുണ്ട്. ഓക്കെ അപ്പൊ നമ്മള് ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്തില്ല അല്ലേ? സ്മോൾ ലെറ്റർ മേബിൾ. നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്താൽ മതി. മേബിൾ. എന്റെ ഇഷ്യൂ റേഞ്ച് ഇഷ്യൂ ഉണ്ടാകും എനിക്ക്. മേബിൾ
നെയ്ബിൾ കാണുന്നുണ്ടോ മിസ്? കാണാടാ. സ്മോൾ ലെറ്റർ കാണാം. കാണാം, നന്നായിട്ട്. സാൻഡ് പേപ്പർ ആണോ ടീച്ചർ പേപ്പർ ആണോ? സാൻഡ് പേപ്പർ ആണ്. ഓക്കേടാ. പാടുപെട്ടിട്ടുണ്ടാവില്ലേ സാൻഡ് പേപ്പർ ചെയ്തവര്? രണ്ടുപേരും കഷ്ടപ്പെട്ട രീതി ചെയ്തത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെ എഫേർട്ട് ഗുഡ് ആണ് കേട്ടോ. ഓക്കെ, ഓക്കെ. നെക്സ്റ്റ് ആക്ടിവിറ്റി ഞാൻ അങ്ങോട്ട് പറഞ്ഞേക്കാം. നമുക്കത് ഇനി നെക്സ്റ്റ് ചെയ്യേണ്ട ആക്ടിവിറ്റി എന്ന് പറയുന്നത് ആൽഫബറ്റ് ചാർട്ട് ആണ് കേട്ടോ. ആൽഫബറ്റ് ചാർട്ട് ആണ്. ആൽഫബറ്റ് ചാർട്ട് വിത്ത് പിക്ചേഴ്സ് വരുന്ന ടൈപ്പ് ആൽഫബറ്റ് ചാർട്ട് ഇല്ലേ? ഞാനിപ്പോ ഇത് പ്രിന്റ് ചെയ്യുന്ന ടൈപ്പ് ഇതാണ്. നിങ്ങൾ എഴുതിയിട്ട് പിക്ചേഴ്സ് എന്ത് ചെയ്യണം? പേസ്റ്റ് ചെയ്യണം കേട്ടോ. കണ്ട ആൽഫബറ്റ്സിൽ എ ബി സി ഡി അതൊക്കെ നിങ്ങൾ എഴുതണം. പിക്ചേഴ്സ് മാത്രം നമുക്ക് പേസ്റ്റ് ചെയ്യാൻ പറ്റും. പിക്ചേഴ്സിന് നെയിമും കൂടി കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. വലിയ ചാർട്ട് ഒക്കെ വരുമ്പോൾ പിക്ചേഴ്സിന് നെയിമും കൂടി കൊടുക്കും. ഇപ്പൊ എ ഫോർ ആപ്പിൾ എന്നുള്ളത് കൂടി APPL അതും കൂടി നമുക്കത് കൊടുക്കാനായിട്ട് പറ്റും. അങ്ങനെ ആൽഫബറ്റ് ചാർട്ട് പേപ്പറിലാണോ മിസ്? എങ്ങനെയാണ്? ചാർട്ട് പേപ്പറാണ് ചെയ്യേണ്ടത്. കാർഡ്ബോർഡില് ചാർട്ട് പേപ്പർ ഒട്ടിച്ചിട്ട് അങ്ങനെ ചെയ്താലും മതിയോ? ചെയ്യണമെന്നില്ല, ചാർട്ട് പേപ്പർ ആയാലും പോരെ. ഓക്കെ ഓക്കെ. ക്യാപിറ്റലും സ്മോൾ ലെറ്ററും ഒരുമിച്ച് ക്യാപിറ്റൽ ലെറ്റർ സ്മോൾ ലെറ്റർ കൂടി ഒരുമിച്ച് പേരും കൂടി വരുന്ന രീതിയിൽ കേട്ടോ. സ്കെച്ച് പെൻ കൊണ്ട് പിക്ചർ പേസ്റ്റ് ചെയ്താൽ മതിയോ? എന്താണ് അത് നമ്മളെ സ്കെച്ച് പെന്നും കൊണ്ട് എ ലെറ്റർ സ്കെച്ച് പെന്നും കൊണ്ട് എഴുതിയിട്ട് പിക്ചർ പേസ്റ്റ് ചെയ്താൽ മതിയോ? മതി. ക്ലിയർ ആയല്ലോ എല്ലാവർക്കും? നെക്സ്റ്റ് വീക്കിലേക്ക് റെഡി ആയിട്ട് വരാം കേട്ടോ. മിസ്സേ ഒന്നുകൂടി പറയാവോ? ഞാൻ കോൾ കട്ടാക്കി പോയായിരുന്നു. ഒന്നുകൂടി എന്താ പറഞ്ഞെന്ന് പറയുന്നു. ഓക്കെ, ഇതിൽ ആൽഫബറ്റ് ചാർട്ട് കാണുന്നുണ്ടോ നിങ്ങള്? യെസ് മിസ്. അത് ഒന്ന് പ്രസന്റ് ചെയ്യണം കേട്ടോ. 1 മിനിറ്റ്. എന്തോ റേഞ്ച് ഇഷ്യൂ ഉണ്ട്, മനസ്സിലാവുന്നില്ല കേട്ടോ. മേ ബി ക്ലാസ് ഇതൊറ്റ ചാർട്ടിലല്ലേ? ഫ്ലാഷ് കാർഡ് അല്ലടാ, ചാർട്ടിൽ തന്നെ ചെയ്യണ്ട കേട്ടോ. ക്ലിയർ അല്ലേ എല്ലാവർക്കും ആൽഫബറ്റ് ചാർട്ട്? മാം ഇത് ചാർട്ടിൽ സ്കെച്ച് കൊണ്ട് ഇത് എഴുതിയിട്ട് പിക്ചർ ഒട്ടിച്ചാൽ മതിയോ? മതി. കേട്ടോ. മാം എന്തെങ്കിലും ഹെഡിങ്ങോ മറ്റോ ഫോണിക്സിന് അങ്ങനെ കൊടുക്കണോ? എന്താണ് ഹെഡിങ്? ആ ചാർട്ടിന്റെ മുകളിൽ നമ്മൾ ഹെഡിങ് ആയിട്ട് എന്തെങ്കിലും കൊടുക്കണോ? ആൽഫബറ്റ് ചാർട്ട് കൊടുത്തോ? അല്ലെങ്കിൽ ചാർട്ട് മാത്രമേ മതി, ഹെഡിങ് വേണമെന്നില്ല. ഒരു മിനിറ്റ്, എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല. 1 മിനിറ്റ്. ഞാൻ ടെക്നിക്കൽ ടീമിനോട് ഇൻഫോം ചെയ്യട്ടെ. സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല. 1 മിനിറ്റ് കേട്ടോ.
ഓക്കെ, ചെറിയൊരു ടെക്നിക്കൽ ഇഷ്യൂ ആയിരുന്നു, സോൾവ് ആയിട്ടുണ്ട്. നമ്മൾ ഇനി എടുക്കാൻ പോകുന്ന യൂണിറ്റിന്റെ പേര് യൂണിറ്റ് 8 ചൈൽഡ് വെൽഫെയർ ആണ്. ഓക്കെ, എല്ലാവരും യൂണിറ്റ് 8 എടുക്കുക. പേജ് നമ്പർ 31 ആണ്. പേജ് നമ്പർ 31 ചൈൽഡ് വെൽഫെയർ. നമുക്കറിയാം നമ്മുടെ രാജ്യത്തിന്റെ മെയിൻ ആയിട്ട് അമൂല്യമായിട്ടുള്ള സമ്പത്ത് അല്ലെങ്കിൽ വാല്യുബിൾ ആയിട്ടുള്ള അസറ്റ്സ് ആണ് നമ്മളുടെ ഓരോ കുഞ്ഞു മക്കളും, അല്ലെ? നമ്മുടെ ഓരോ ചിൽഡ്രൻസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ രാജ്യത്തിനെ സംബന്ധിച്ച് ഏറ്റവും അമൂല്യമായിട്ടുള്ള എന്താണ് സമ്പത്താണ്. നമുക്കറിയാം നമ്മുടെ ഫ്യൂച്ചർ ഡിപ്പെൻഡ്സ് ഓൺ നമ്മൾ കുട്ടികളിലാണ് നമ്മുടെ ഫ്യൂച്ചർ എന്ത് ചെയ്യുന്നത്, ഡിപ്പെൻഡ് ചെയ്യുന്നത്. സോ കുട്ടികളാണ് രാജ്യത്തിന്റെ അമൂല്യമായ സമ്പത്ത്. അതേപോലെ തന്നെ രാജ്യത്തിന്റെ ഭാവി വാഗ്ദാനങ്ങളും ആര് തന്നെയാണ്? നമ്മുടെ കുഞ്ഞു മക്കളാണ്. സോ നമ്മൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഗവൺമെന്റ് അല്ലെങ്കിൽ നമ്മുടെ രാജ്യം പ്രൊവൈഡ് ചെയ്യേണ്ടത് എന്താണ്? ഒരു സുരക്ഷിതമായിട്ടുള്ളൊരു ബാല്യം. അത് ഓരോ കുട്ടിയുടെയും അവകാശമാണ്. നമ്മൾ പ്രൊവൈഡ് ചെയ്യണം കുട്ടികൾക്ക് സുരക്ഷിതമായിട്ടുള്ള, അവർക്ക് ജീവിക്കാനും അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനും റെസ്റ്റ് എടുക്കാനും എല്ലാ അവകാശങ്ങളും നമ്മൾ എന്ത് ചെയ്യണം? കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യണം. സോ സാധാരണ ആരെയാണ് കുട്ടികൾ എന്ന് പറയുന്നത്? 18 വയസ്സിന് താഴെയുള്ള എല്ലാ മനുഷ്യരെയും നമ്മൾ എന്താണ് പറയാ? കുട്ടികൾ എന്നാണ് പറയുന്നത്. കുട്ടികളുടെ അവകാശങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാട്ടോ. അതിജീവിക്കാനുള്ള അവകാശം കുട്ടികൾക്കുണ്ട്. സർവൈവ് ചെയ്യാനുള്ള അവകാശം, പ്രധാനമായും ജീവിക്കാനുള്ള അവകാശമാണ് കുട്ടികൾക്ക് മെയിൻ ആയിട്ട് ആ സർവൈവിങ് റൈറ്റ്സ് എന്ന് പറയുന്ന അതിജീവിക്കാനുള്ള അവകാശം. അതേപോലെ തന്നെ പോഷകാഹാരങ്ങൾ കിട്ടാനുള്ള അവകാശം. നമുക്കറിയാം ഒരു ഗ്രോയിങ് ചൈൽഡിനെ സംബന്ധിച്ച് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് പ്രോപ്പർ ആയിട്ട് കുട്ടികൾക്ക് കിട്ടണം. സോ പോഷകാഹാരത്തിനുള്ള അവകാശം, വളർച്ചയ്ക്ക് ആവശ്യമായ ജീവിത സാഹചര്യങ്ങൾ ലഭിക്കാനുള്ള അവകാശം, കുട്ടിക്ക് ഗ്രോ ചെയ്യാനും അവർക്ക് പഠിക്കാനും അതിന് വേണ്ട ജീവിത സാഹചര്യങ്ങൾ അത് ക്രിയേറ്റ് ചെയ്യാനുള്ള അവകാശം ആർക്കുണ്ട്? ഓരോ കുട്ടികൾക്കുണ്ട്. ആരോഗ്യകരമായിട്ടുള്ള ജീവിതം മുന്നോട്ട് നയിക്കാനുള്ള അവകാശം കുട്ടികൾക്കുണ്ട്. കാരണം നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ കുട്ടികൾ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡും കാര്യങ്ങളും കഴിക്കണം, പ്രോപ്പർ ആയിട്ട് ഇമ്മ്യൂണൈസേഷനും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യണം. എന്നാലാണ് കുട്ടികൾ നല്ല രീതിയിൽ സർവൈവ് ചെയ്യുള്ളൂ. രണ്ടാമത്തെ അവകാശമാണ് കുട്ടീനെ സംബന്ധിച്ച് ഡെവലപ്മെന്റ്, ഉന്നമന അവകാശങ്ങൾ. ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം, സാമൂഹ്യ സുരക്ഷ, സോഷ്യൽ സെക്യൂരിറ്റി, പരിചരണം. നമുക്കറിയാം കുട്ടികൾ എപ്പോഴും കുട്ടികൾ എങ്ങനെയാണ്? പാരന്റ്സിനെ അല്ലെങ്കിൽ കെയർ ടേക്കറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് കുട്ടികൾ ജീവിക്കുന്നത്. സോ അവർക്ക് ആ ഒരു പരിചരണവും വിശ്രമവും കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. ദെൻ വിനോദത്തിനുള്ള അവകാശമുണ്ട്. കുട്ടികൾക്ക് ഗെയിംസ് കാര്യങ്ങളിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള അവകാശമുണ്ട്. ദെൻ സാംസ്കാരിക പ്രവർത്തനങ്ങളായിട്ട് പങ്കെടുക്കാനുള്ള അവകാശങ്ങളും കുട്ടികൾക്കുണ്ട്. ദെൻ പ്രൊട്ടക്ഷൻ ആണ്. കുട്ടികളെ പ്രൊട്ടക്ട് ചെയ്യണം. നമുക്ക് ഇന്ന് പേടിയല്ല പാരന്റ്സിനെ കുട്ടികളെ പുറത്തോട്ടൊക്കെ വിടാനായിട്ട്. ശരിക്കും പാരന്റ് എന്ന നിലയിൽ എനിക്ക് തന്നെ പേടിയാണ്. പുറത്തേക്ക് ഒറ്റയ്ക്ക് കുറച്ചു നേരം, അടുത്ത വീട്ടിലായിരിക്കും മേ ബി, അതുപോലും ഒത്തിരി ഭയത്തോടു കൂടിയാണ് നമ്മള് എന്ത് ചെയ്യുന്നത്, കാണുന്നത്. കാരണം പണ്ട് നമ്മളുടെയൊക്കെ ചെറുപ്പത്തിൽ നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തു പോകുന്നു, ഫ്രണ്ട്സിന്റെ ഒപ്പം കളിക്കുന്നു, അതൊക്കെ സിമ്പിൾ ആയിരുന്നു. പക്ഷെ ഇന്ന് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഒരു പേടിയുണ്ട്. കാരണം എന്തായാലും പ്രൊട്ടക്ഷൻ കുറവാണ്. നമ്മുടെ സൊസൈറ്റിയുടെ മെയിൻ ആയിട്ടുള്ള പ്രശ്നമാണ് പ്രൊട്ടക്ഷൻ കുറവാണ്. സോ സംരക്ഷണ അവകാശം കുട്ടികളെ സംബന്ധിച്ച് ഇമ്പോർട്ടന്റ്. കാരണം അവര് ചൈൽഡ് അബ്യൂസ് അങ്ങനത്തെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? പ്രൊട്ടക്ട് ചെയ്യണം. ഈ അവകാശത്തിന്റെ പരിധിയിൽ പ്രധാനമായി ചൂഷണം, ദുരുപയോഗം, അവഗണന, മനുഷ്യത്വരഹിതമായ പെരുമാറ്റം ഇതെല്ലാമാണ് വരുന്നത്. ഇതിൽ നിന്നെല്ലാം നമ്മുടെ കുട്ടികളെ നമ്മൾ സംരക്ഷിക്കണം. പങ്കാളിത്ത അവകാശം, അടുത്തൊരു അവകാശമാണ് പാർട്ടിസിപ്പേറ്ററി റൈറ്റ്സ്. പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ, കുട്ടികളെ റിലേറ്റ് ചെയ്യുന്ന തീരുമാനങ്ങൾ എടുക്കുമ്പോൾ, ഡിസിഷൻസ് എടുക്കുന്ന സമയത്ത് കുട്ടികളെയും കൂടി നമ്മൾ എന്ത് ചെയ്യണം? കൺസിഡർ ചെയ്യണം. അവരുടെയും കൂടി അഭിപ്രായ പ്രകടനത്തിന് അല്ലെങ്കിൽ കുട്ടികളുടേതായ അഭിപ്രായങ്ങൾ പറയുമ്പോൾ നമ്മൾ അത് എന്ത് ചെയ്യണം? കൺസിഡറും കൂടി ചെയ്യണം. ഓക്കെ, ഇതാണ് നമ്മൾ പറയുകയാണെങ്കിൽ കുട്ടികൾ എന്ന് പറയുന്നത്. കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഗവൺമെന്റ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഒരു കുട്ടി ജനിക്കുന്നതിന് മുമ്പ് മുതലേ നമ്മുടെ ഗവൺമെന്റ് എന്ത് ചെയ്യുന്നുണ്ട്? കുട്ടിയുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് എന്താ പറയാ, നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഇൻഡിവിജ്വൽ ആയിട്ട് വാർത്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പ്രൊട്ടക്ഷൻസ് അല്ലെങ്കിൽ ഇമ്മ്യൂണൈസേഷൻ കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മാം ഫസ്റ്റ് പോയിന്റ് എന്താ? അത് സർവൈവൽ, കുട്ടികളുടെ അവകാശങ്ങളല്ലേ? സർവൈവൽ, ഡെവലപ്മെന്റ്, പ്രൊട്ടക്ഷൻ, സർവൈവൽ, ഡെവലപ്മെന്റ്, പ്രൊട്ടക്ഷൻ ആൻഡ് പാർട്ടിസിപ്പേഷൻ. ഇത് കുട്ടികളുടെ അവകാശങ്ങളാണ്.
ദെൻ ഞാൻ പറഞ്ഞത് നമ്മളുടെ ഗവൺമെന്റ് ഒരു കുട്ടി ജനിക്കുന്നതിന് മുമ്പ് മുതലേ ആ കുട്ടിക്ക് വേണ്ട പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സർവൈവലിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ്. നമുക്കറിയാം പ്രഗ്നന്റ് ആയിട്ടുള്ള വുമൻസിന് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് ഗവൺമെന്റ് എന്ത് ചെയ്യുന്നുണ്ട്? കൊടുക്കുന്നുണ്ട്. അറിഞ്ഞോടെ നിങ്ങൾക്ക്? അംഗനവാടി മുഖേന ഒക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇമ്മ്യൂണൈസേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കുട്ടീനെ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് തന്നെ അമ്മയ്ക്ക് നമ്മള് ഒരു 3 months ഉള്ളപ്പോൾ ടെറ്റനസിന്റെ വാക്സിൻ ആണ്. അതേപോലെ 5 monthsലും നമ്മൾ ടെറ്റനസിന്റെ ഒക്കെ വാക്സിൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ശരിക്കും ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? കുട്ടിയുടെ പ്രൊട്ടക്ഷൻ ആൻഡ് ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ദെൻ അത് കഴിഞ്ഞ് കുട്ടി ജനിച്ചതിന് ശേഷം ഒരുപാട് വാക്സിൻസും കാര്യങ്ങളും നമ്മുടെ ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 6 months കഴിഞ്ഞാൽ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡും കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്? കൊടുക്കുന്നുണ്ട്. ഒരു 3 years വരെ കുട്ടികൾക്ക് അത് കണ്ടിന്യൂസ് കൊടുക്കുന്നുണ്ട്. ദെൻ 3 years കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടികള് നഴ്സറി അംഗനവാടിയിലൊക്കെ വിടുമ്പോൾ അവിടെ പോഷകാഹാരങ്ങള്, ഇന്നത്തെ ഫുഡ് അറിയാലോ, നഴ്സറിയിലൊക്കെ ഫുഡ് അറിയാലോ, എന്താണ്? ബിരിയാണി അല്ലേ? അതെ, പ്രോട്ടീൻ അല്ല, അത്യാവശ്യം നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡാണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. എഗ്, മിൽക്ക് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ ഗവൺമെന്റ് സ്കൂൾ അല്ലെങ്കിൽ സാധാരണ എയ്ഡഡ് സ്കൂളിലാണെങ്കിലും ഉച്ചഭക്ഷണം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിലും ഈ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡും കാര്യങ്ങളൊക്കെ തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതേപോലെ കുട്ടികളുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് 14 years വരെ 6 to 14 years വരെ എഡ്യൂക്കേഷൻ ഫ്രീ ആണ് അല്ലെ? എഡ്യൂക്കേഷൻ ഫ്രീ ആണ്. അവർക്ക് കൊടുക്കുന്ന ബുക്ക് കാര്യങ്ങളൊക്കെ എന്താണ്? ഫ്രീ ആണ്. നമുക്ക് ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ കുട്ടികളെ നല്ല ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു ജനറേഷൻ വാർത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഗവൺമെന്റ് ഇത്രയും എമൗണ്ട് അല്ലെങ്കിൽ ഇത്രയും കോസ്റ്റ് ഈ ഒരു കാര്യത്തിൽ എന്ത് ചെയ്യുന്നത്? ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഗവൺമെന്റിന് അറിയാം നമ്മുടെ ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു ചൈൽഡ് എന്ന് പറയുന്നത് നമ്മളുടെ രാജ്യത്തിന്റെ ആണോ നമ്മുടെ രാജ്യത്തിന്റെ ഭാവി വാഗ്ദാനങ്ങളാണ്. അതുകൊണ്ടാണ് ഗവൺമെന്റ് ഇത്രയും കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്. മേ ബി പല നമ്മൾ ഗവൺമെന്റ് തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അത് നടപ്പിലാക്കുമ്പോൾ ചിലപ്പോൾ അവിടെ വല്ല കറപ്ഷൻസും കാര്യങ്ങളും വരാനുള്ള ചാൻസ് ഉണ്ട്. സോ അതല്ലാതെ ബാക്കി എല്ലാ കാര്യങ്ങളിലും നമ്മുടെ ഗവൺമെന്റ് കുട്ടികളുടെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ വളരെ കോൺഷ്യസ് ആണ്. അതുകൊണ്ടാണ് നമ്മുടെ കുട്ടികളെ വാക്സിൻസ് എടുക്കുന്ന സമയത്ത് ഇമ്മ്യൂണൈസേഷൻ, വൈറ്റമിൻസ് ഒക്കെ എടുക്കുന്ന സമയത്ത് കറക്റ്റ് ആയിട്ട് നമ്മള് ആശാ വർക്കർമാരെ നമ്മൾ കോൾ ചെയ്യും ഇല്ലേ? അവര് മുഖേന നമുക്ക് കറക്റ്റ് ആയിട്ട് വാക്സിൻസും കാര്യങ്ങളും പ്രോപ്പർ ആയിട്ട് എടുക്കാൻ പറ്റുന്നുണ്ട്. നമ്മുടെ ഗവൺമെന്റിന് അത്രയും നല്ല രീതിയിൽ അതൊരു ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. ഓക്കെ, അതേപോലെ പെൺകുട്ടികൾ ജനിക്കുമ്പോ നമ്മള് അതേപോലെ എന്താ പറയാ, കുട്ടികളുടെ നമ്മളിപ്പോ ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് വേണ്ടിയിട്ട് അമ്മയ്ക്ക് കുറച്ച് പൈസ കൊടുക്കുന്നുണ്ട് ഗവൺമെന്റ്. പ്രധാനമന്ത്രി എന്തോ ആ ഒരു യോജന എന്ന് പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു 5,000 ആണെന്ന് തോന്നുന്നുണ്ട്. ആദ്യത്തെ കുട്ടിക്ക് കൊടുക്കും. പിന്നെ രണ്ടാമത്തെ കുട്ടി പെൺകുട്ടിയാണെങ്കിൽ 6,000 rupees കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഈ സ്കീമുകൾ കേട്ടിട്ടുണ്ട്? കേട്ടിട്ടുണ്ട് മാം, പക്ഷെ വെറുതെ കിട്ടിയിട്ടില്ല. എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് കൊടുക്കുന്നുണ്ട് അതിന്റെ ഇത്. പിന്നെ അതിന് കുറെ മാനദണ്ഡങ്ങളുണ്ട് മാം. റേഷൻ കാർഡിന്റെ പരിധി നോക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ നോക്കിയാണ് അവർ ഇത് ചെയ്യുന്നത്. പക്ഷേ എല്ലാവരും ബാധകമാകുന്നത് മാതൃയാനം എന്നും പറഞ്ഞൊരു പദ്ധതിയുണ്ട്. അതായത് അമ്മയും കുഞ്ഞിനെയും വീട്ടിലെത്തിക്കാനുള്ളത്. അത് ഗവൺമെന്റിന്റെ, അത് എല്ലാവർക്കും ബാധകമാണ്. പക്ഷേ ഈ ക്യാഷ് കിട്ടുന്നത് ഈ റേഷൻ കാർഡുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള ജോലി അങ്ങനെയൊക്കെ. ഇല്ല, അത് ഫസ്റ്റ് ഡെലിവറിക്ക് അങ്ങനെ ജോലി ഇതൊക്കെ നോക്കൂ. ഫസ്റ്റ് സെക്കൻഡ് ഡെലിവറിക്ക് നോക്കൂ. ഫസ്റ്റ് ഡെലിവറിക്ക് കോമൺ ആയിട്ട് കൊടുക്കും. കൂടുതലാണ് BPL ആണ് കാർഡ്. പക്ഷെ എന്നാലും ഞങ്ങൾക്കും അതേപോലെ ഫണ്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. 5,000 ആയിരുന്നു തോന്നുന്നത്. എന്റെ സമയത്ത് 5,000 ആയിരുന്നു. ഇപ്പോ 7,000 എന്ന് പറഞ്ഞത് 5,000 ആയിരുന്നു. അതേപോലെ രണ്ടാമത്തെ കുട്ടിയുടെ ഡെലിവറിയുടെ സമയത്ത് രണ്ടാമത് ജനിക്കുന്ന കുട്ടി പെൺകുട്ടിയാണെങ്കിൽ എന്ത് കിട്ടും? ഇതേപോലെ ഫണ്ട് കിട്ടുമെന്ന് ഗവൺമെന്റ് ഇന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ ജനിച്ചതിന് ശേഷമാണ് ആ പൈസ കിട്ടുന്നതെന്ന് പറഞ്ഞു. ഞാൻ വെയിറ്റ് ചെയ്തു. ഫണ്ട് അല്ലേ ഗവൺമെന്റിന് കിട്ടണല്ലേ, രണ്ടാമത്തെ പെൺകുട്ടിയാണെങ്കിൽ വാങ്ങിക്കാനോ, കറക്റ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചു. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? വാങ്ങിക്കാൻ പറ്റിയില്ല. രണ്ടാമത് ജനിച്ചത് ആൺകുട്ടിയാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് കിട്ടില്ല. അതേപോലെ ഞാൻ കേട്ടിട്ടുണ്ട് രണ്ടാമത്തെ കുട്ടി പെൺകുട്ടിയാണെങ്കിൽ അങ്ങനെ കിട്ടുന്നുണ്ട്. അതേപോലെ വേറെ ഞങ്ങൾക്ക് കിട്ടില്ല മാം. പെൺകുട്ടിയായിട്ട് ഞങ്ങള് ഫോം ഒക്കെ ഫില്ല് ചെയ്ത് കൊടുത്തു, പക്ഷെ കിട്ടിയില്ല. പിന്നെ അതുപോലെ തന്നെ നഴ്സറികളിൽ ഇപ്പൊ അംഗനവാടികളിൽ ഇപ്പൊ പുതിയൊരു ഇത് വന്നിട്ടുണ്ട്. കാരണം
നെല്ലുത്തേരി ഇല്ലേ, നെല്ല് കുത്തി ഉണ്ടാക്കുന്ന അരിയില്ലേ, അത് മക്കൾക്ക് നല്ലതാന്ന് പറഞ്ഞിട്ട് അത് കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ പുതിയത് ഉള്ളതാണ്. പിന്നെ ഈ ഇഡലി ഉഴുന്നൊക്കെ ഉള്ളതില്ലേ, അവർക്ക് ഉള്ള വൈറ്റമിൻസ് ഒക്കെ ഉള്ളതും പ്രോട്ടീൻസ് ഒക്കെ ഉള്ളതൊക്കെ പുതിയതായിട്ടുള്ള ഭക്ഷണ സാധനങ്ങളും കൊടുക്കണം എന്നുള്ളൊരു നിയമം പുതിയത് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ എത്തിയിട്ടില്ല, ഇപ്പൊ വന്നിട്ടുണ്ട് അത്. പക്ഷെ ഇവിടുത്തെ അംഗൻവാടി ഇതൊന്നും പ്രാബല്യത്തിലാക്കിയിട്ടില്ല ഇതുവരെ. ഇപ്പൊ മിസ് പറഞ്ഞില്ലേ ബിരിയാണി, അത് പറഞ്ഞേക്കുന്നത് വെജിറ്റബിൾ ബിരിയാണിയാണ്. അത് അവിടുത്തെ ചോറ് കൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾക്ക് ഒരു വെജിറ്റബിൾ ബിരിയാണി ആക്കണമെന്നോ. പക്ഷെ ഇവിടുത്തെ അംഗൻവാടിയിൽ ഇപ്പോഴും കഞ്ഞിയും പയറുമാണ് കുഞ്ഞുങ്ങൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതുപോലും ഇവിടെ ചെയ്തിട്ടില്ല. അത് മിസ് നേരത്തെ പറഞ്ഞ പോലെ സർക്കാർ പറഞ്ഞിട്ടുണ്ടെങ്കിലും ചെയ്യേണ്ട താമസമായിരിക്കാം. അതെന്തുകൊണ്ടാണെന്നും അറിയുന്നില്ല. ചില സ്ഥലങ്ങളിലായിട്ടുണ്ട് മാം, ചില സ്ഥലങ്ങളായിട്ടുണ്ട്. ഇവിടൊക്കെ എഗ് ബിരിയാണി കൊടുക്കുന്നത്. പിള്ളേര് പക്ഷെ ഞങ്ങൾ അംഗൻവാടി ചെന്നപ്പോ പിള്ളേർക്ക് ഫുഡ് കൊടുത്തപ്പം ഈ സാധാ ചോറിലായിരുന്നു, മറ്റേ സവാള ക്യാരറ്റും വറുത്തിട്ടിട്ട് മുട്ട പുഴുങ്ങിയത്. എന്നിട്ട് മിക്ക പിള്ളേരും ബിരിയാണി കഴിക്കാനായിട്ട് ചോറ് എടുത്തു കഴിഞ്ഞപ്പോ ഇച്ചിരി കഴിച്ചിട്ട് ടീച്ചറെ എനിക്ക് ബിരിയാണി ഇഷ്ടമല്ലാന്ന് പറഞ്ഞ് വെച്ചിട്ട് പോയി. ഓക്കേടാ, ചെയ്യുന്നുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ചു, വാക്സിൻ എടുക്കുന്ന കാര്യം ജസ്റ്റ് എടുത്താൽ മതി. പ്രൈവറ്റ് ഹോസ്പിറ്റൽ ആരെങ്കിലും വാക്സിൻ എടുത്തിട്ടുണ്ടോ? പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ വാക്സിൻ എടുക്കുന്നതിനും എത്ര ലാഭമാണെന്നറിയാവോ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ എടുക്കുന്നത്? കാരണം എന്താ പറയുക, ഗവൺമെന്റിന്റെ അതിലും നല്ലൊരു ഇതാ മാം, നമ്മുടെ ആശാ വർക്കർമാർ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. നമ്മുടെ ആശാ വർക്കർമാർ നന്നായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അത് കൂടുതലും ഈ കോവിഡ് ടൈമിലാണ് നമുക്ക് കോവിഡ് ഒക്കെ വന്ന സമയത്ത് അവര് ഇങ്ങനെ മാസ്കും ഗ്ലൗസും ഒക്കെ ഇട്ട് എന്നും വീട്ടിൽ വരും, എന്നും വന്ന് നമ്മളുടെ അന്വേഷിച്ചുകൊണ്ട് പോകുമായിരുന്നു. പിന്നെ നമ്മുടെ വാക്സിൻ കുട്ടികൾക്ക് 10 വയസ്സ് കഴിയുന്ന ഉടനെ നമ്മുടെ ഇവിടുത്തെ ആശാ വർക്കർ വിളിക്കുകയും ഇന്ന സമയത്ത് വരണം, 10 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ഇഞ്ചക്ഷൻ അല്ലെങ്കിൽ 15 വയസ്സ് കഴിഞ്ഞുള്ള, അത് നമ്മൾ പറയാതിരിക്കാൻ പറ്റില്ല. ആശാ വർക്കറുടെ ഡ്യൂട്ടി നന്നായിട്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ ഇവിടെയൊക്കെ. ഞാൻ കൊല്ലത്ത് നന്നായിട്ടാണ് ചെയ്യുന്നത്. ഓക്കേടാ, ഞങ്ങളുടെ ഇവിടെ മതി ആശാ വർക്കർ ഭയങ്കര, ഞങ്ങളുടെ വാർഡിലെ മെമ്പർ ഭയങ്കര എന്താ പറയാ, നല്ല രീതിയിൽ നമ്മളെ എന്താ പറയാ നല്ല ഭയങ്കരമായിട്ട് നല്ല രീതിയിൽ കെയർ ചെയ്യുന്നുണ്ട്. എന്റെ മോൾക്ക് നെക്സ്റ്റ് ഡേ ആണ് എന്റെ വൈറ്റമിൻ കൊടുക്കേണ്ട ദിവസം, നാളെയാണ്. പക്ഷെ അത് ഞാൻ മറന്നുപോയി. പക്ഷേ ആശാവർക്കർ കറക്റ്റ് ആയിട്ട് അത് അവര് വിളിക്കാറുണ്ട്, ഫോണിൽ വിളിക്കും, ചിലപ്പോ ഗ്രൂപ്പിൽ മെസ്സേജ് അയക്കും, ചെയ്യാറുണ്ട്. മിസ്സേ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ മിസ്സേ, നമ്മള് വാക്സിനേഷന്റെ കാര്യം പറഞ്ഞില്ല. അപ്പോ എനിക്ക് ഇവിടെ ആയതുകൊണ്ട് നാട്ടിൽ വരുമ്പോ പ്രോപ്പർ ആയിട്ട് അങ്ങനെ ഹെൽത്തിൽ നിന്ന് കിട്ടാറില്ലായിരുന്നു കുഞ്ഞിന് വാക്സിൻ. അപ്പൊ നമ്മള് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നിന്ന് തന്നെയാണ് നാട്ടിൽ നിന്ന് എടുക്കാറ്. അപ്പോ അവിടെ ഡോക്ടർ പറയുന്നത് ഇവിടെ നിന്ന് എടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ പെയിൻ കുറവായിരിക്കും, പിന്നെ ചില വാക്സിനേഷൻസ് ഒന്നും ഗവൺമെന്റിൽ കിട്ടില്ല എന്ന് പറഞ്ഞു. എല്ലാം അവരുടെ ബുക്കിലുള്ളത് കുറവാണെന്നൊന്നും ഇല്ല. ഏത് വാക്സിൻ ആയാലും പെയിൻ ഏകദേശം സെയിം ആയിരിക്കുള്ളൂ. കാരണം ഞാൻ വാക്സിൻ എടുത്തപ്പോ, എന്റെ മോൾക്ക് വാക്സിൻ എടുത്തപ്പോ ഞാൻ പ്രൈവറ്റിൽ നിന്നും എടുത്തിട്ടുണ്ട്, ഗവൺമെന്റിൽ നിന്നും എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഡിഫറൻസ് നന്നായിട്ട് അറിയാം. കാരണം ചില വാക്സിൻസ് നമുക്ക് ഇല്ലാതെ വരുമ്പോൾ നമ്മളോട് പറയും ഒന്നില്ലെങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, പുറത്തുനിന്ന് എടുക്കണം, വാക്സിൻ എടുക്കണം എന്ന് പറയും. ഞാൻ അങ്ങനെ വെയിറ്റ് ചെയ്യാറില്ല, കറക്റ്റ് ടൈമിൽ തന്നെ വാക്സിൻ എടുക്കുന്നതുകൊണ്ട് ഞാൻ പ്രൈവറ്റിൽ നിന്ന് എടുക്കാറുണ്ട്. പക്ഷെ റേറ്റ് എന്ന് പറയുന്നത് നല്ല രീതിയിൽ മാറും. ഗവൺമെന്റ് ഹോസ്പിറ്റൽ ആവുമ്പോൾ, അല്ലെങ്കിൽ ഗവൺമെന്റ് പബ്ലിക് ഹെൽത്ത് സെന്റർ ആവുമ്പോൾ നമുക്ക് അത്രയും പൈസ ആവില്ല. പക്ഷെ ഗവൺമെന്റ് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നമ്മൾ ആ എമൗണ്ട് മാറുന്നത്, ചിലപ്പോൾ ജസ്റ്റ് ഒരു വാക്സിൻ ആയിരിക്കും 1000 ആയിരിക്കും ആ വാക്സിന്റെ മാത്രം. 4000 ഒക്കെയാ വരാറുള്ളത് ഒറ്റ ഒരു ഡോസിനൊക്കെ. കാരണം നമുക്ക് ആ ഒരു ടൈമിംഗ് ഇല്ലാത്തതുകൊണ്ട് നമ്മള് അങ്ങനെ എടുത്തിട്ട് പോകാം. പക്ഷെ നമുക്ക് 1000 രൂപയ്ക്ക് വാക്സിൻ എടുക്കാൻ പറ്റില്ല. അതിന് സിറിഞ്ച്, അതെടുക്കാനുള്ള ചാർജ്, ഡോക്ടറെ കാണുന്ന കൺസൾട്ടേഷൻ ഫീസ്, കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ മിക്കവാറും ഒരു വാക്സിൻ എടുത്ത് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ മിനിമം ഒരു 2500 രൂപയാവും. പിന്നെ മാം ഒരു കാര്യം, പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ അധികം വാക്സിൻസ് ഉണ്ട്. നമ്മൾ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഇഷ്യൂ ചെയ്യുന്നതിൽ കൂടാതെ കൂടുതൽ വാക്സിൻസ് പ്രൈവറ്റ് ഹോസ്പിറ്റലിലും കൊടുക്കുന്നുണ്ട്.
അത് എടുക്കേണ്ട ആവശ്യമില്ല എന്നാണ് നമുക്കിപ്പോ എന്റെ മോന് ഒരു നാഷണൽ ക്യാമ്പ് ഉണ്ട് NCCയുടെ. അപ്പൊ അതിനുവേണ്ടി ഇന്നലെ മെഡിക്കൽ എടുക്കാൻ വേണ്ടി നമ്മൾ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ തന്നെ പോയി ഗവൺമെന്റ് ഡോക്ടറിന്റെ സർട്ടിഫിക്കറ്റ് ആണ് വാങ്ങേണ്ടത്. അങ്ങനെ ചെന്നപ്പോ അയാൾക്ക് 15 വയസ്സ് ആവാൻ പോകുന്നതേ ഉള്ളൂ. അപ്പൊ അവിടെ അതിനകത്ത് ഒരു വാക്സിൻ എഴുതിയിട്ടുണ്ട്. അപ്പം ആ ഡോക്ടർ പറഞ്ഞത് ഇങ്ങോട്ട് തന്നെ നമ്മളോട് പറഞ്ഞു ഇത് എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, ഇത് പിന്നെ ഇപ്പോഴത്തെ വാക്സിനൊക്കെ എങ്ങനെയാണ്, പക്ഷെ അത് ഗവൺമെന്റ് ഇഷ്യൂ ചെയ്യുന്നില്ല, നമ്മൾ പ്രൈവറ്റ് ആയിട്ട് എടുക്കണം. ഇപ്പോ ഗവൺമെന്റ് ഇഷ്യൂ ചെയ്യുന്നില്ല. ബട്ട് ഇപ്പോ വാക്സിൻസും ഇപ്പോഴത്തെ കുട്ടികൾക്ക് കൂടുതലായിട്ട് വാക്സിൻസ് കൊടുക്കുന്നുണ്ട്. ഇതിൽ കൊടുക്കാത്തെന്ന് പറഞ്ഞാല് MMR വാക്സിൻ കൊടുക്കുന്നില്ല. മംസ്, റുബെല്ല, MMR വാക്സിൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. 18 മാസത്തിൽ കൊടുക്കുന്ന ഒരു വാക്സിനാണ് MMR വാക്സിൻ. അത് കുട്ടികൾക്ക് നമ്മൾ ഗവൺമെന്റിന് പ്രൊവൈഡ് ചെയ്യില്ല. പക്ഷെ നമ്മളോട് ആശാ വർക്കേഴ്സും സിസ്റ്റേഴ്സും ഒക്കെ ഇൻഫോം ചെയ്യും MMR വാക്സിൻ പ്രൈവറ്റ് എടുക്കാൻ പറ്റും. 1.5 വയസ്സാവുമ്പോൾ 18 മാസം ആവുമ്പോൾ നിങ്ങൾ പ്രൈവറ്റിൽ നിന്ന് ഈ വാക്സിൻ എടുക്കണം. നമ്മുടെ അടുത്ത് മംസിനുള്ള വാക്സിൻ ഇല്ല എന്ന് നമ്മളോട് ഇൻഫോം ചെയ്യും. കാരണം മംസ് എന്ന് പറയുന്ന അസുഖം നമുക്കറിയാം, മുണ്ടുനീരാണ് അസുഖം. സാധാരണ മുണ്ടുനീര് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അതല്ലേ അസുഖം അല്ലേന്ന് വിചാരിക്കും. പക്ഷെ അത് പ്രത്യുൽപാദന ശേഷിനെ വരെ അഫക്ട് ചെയ്യുന്ന ഒരു അസുഖമാണ്. സോ കമ്പൽസറി ആയിട്ട് MMR വാക്സിൻ എടുക്കണം. അത് ആൺകുട്ടികൾക്കാണ് വരുന്നതെങ്കിൽ അവർക്ക് ഇൻഫെർട്ടിലിറ്റി വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഒരു കുഞ്ഞു കുട്ടികളിൽ ചെറിയ കുട്ടിയൊക്കെ ആയിരിക്കുന്ന സമയത്താണ് അവർക്ക് ഈ ഒരു പ്രശ്നം മംസ് വരാണെങ്കിൽ ഇൻഫെർട്ടിലിറ്റി വരും. പ്രത്യുൽപാദന ശേഷി നഷ്ടപ്പെട്ടു പോകും, ഫുള്ളായിട്ട് നഷ്ടപ്പെട്ടു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ചില വാക്സിൻസ് നമുക്ക് നിർബന്ധമായിട്ട് ഗവൺമെന്റിന് പറയും ഇവിടെ ഇല്ല, എന്നാലും പുറത്തുനിന്ന് എടുക്കണം. നമ്മൾ അങ്ങനെ വാക്സിൻസ് എടുക്കേണ്ടതായിട്ട് വരും. ഞാൻ ആ MMR വാക്സിൻ എടുക്കാൻ പോയ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഞാൻ വാക്സിൻ എടുത്ത് വന്നപ്പോഴേക്കും 2500 rupees ആയി. പക്ഷെ ഞങ്ങളുടെ അടുത്തൊന്നും അങ്ങനെ പറഞ്ഞില്ല മിസ്. ഹെൽത്ത് സെന്ററിൽ പറഞ്ഞില്ല MMR വാക്സിൻ വെച്ചിട്ട്. എന്താണ് എന്റെ മോനെ ആയിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും വന്നു അത് മംസ്. ഓക്കേടാ. മോൻ എന്താ പറഞ്ഞത്? ഗവൺമെന്റിൽ കുട്ടികൾക്കുണ്ട്, ക്യാഷ് ഒന്നും വരുന്നില്ലല്ലോ നമുക്ക്. ശരിയാണ്. അല്ലെങ്കിൽ നമുക്ക് നല്ലൊരു എമൗണ്ട് വാക്സിന് മാത്രമായിട്ട് വരും. നമ്മൾ വിചാരിക്കുന്നത് നിസ്സാരല്ലേ. അപ്പൊ ഗവൺമെന്റ് തരുന്ന ചില കാര്യങ്ങൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ് ശരിക്കും പറഞ്ഞ കുട്ടികൾക്ക് കൊടുക്കുന്നത് അത് ഗവൺമെന്റിന് അറിയാം. നമ്മുടെ ചിൽഡ്രൻസ് എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് അസറ്റ്സ് ആണ്, സ്വത്താണെന്ന് അറിഞ്ഞിട്ടാണ് അവരെന്ത് ചെയ്യുന്നത് ഇത്രയും സർവീസും കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ചാപ്റ്റർ. നെക്സ്റ്റ് വീക്ക് നമുക്ക് ഈ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. കാരണം നമുക്ക് ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു, സെമിനാർ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ചാപ്റ്ററും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ കുറച്ച് പോർഷൻ എടുത്തിട്ടുള്ളൂ എന്നറിയാം. എന്നാൽ നെക്സ്റ്റ് ക്ലാസ് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് പോർഷൻസ് കവർ ചെയ്യാം. ഓക്കെ, താങ്ക് യു ഓൾ. ആരാണ് സൈൻ ഔട്ട് പറയുന്നത്? ആരുമില്ല. ഓ, താങ്ക് യു ഓൾ. Thank you. Today's class is very good class, miss. Thank you all. Okay, thank you all. Thank you.